ദാസന്നീകണമേ. 7ാം ക്ലാസ് മുതൽ തുടർച്ചയായി 32 വർഷം തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് പാട്ടുപാടി ശ്രദ്ധേയായ ദീപ ബിനുവിന്റെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ 32 വർഷങ്ങളിൽ വിവിധ രൂപതകളിലെ നിരവധി വൈദികരുടെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകളിൽ പാടാൻ സാധിച്ചത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായാണ് ദീപ നോക്കിക്കാണുന്നത്. വൈദികരുടെ മരണാനന്തര ശുശ്രൂഷകളിലും ദീപ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, പൗരോഹിത്യത്തിൻ പദവി ദാസന്നീകണമേ. നിന്നുടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാകാനും ജനതതി നന്മയിലേറാനും വരമിന്നരുളുക ദാസനായി. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, പൗരോഹിത്യത്തിൻ പദവി ദാസന്നീകണമേ. കുഞ്ഞുനാൾ മുതൽ പള്ളിക്കൊയറിൽ ദീപ പാടുമായിരുന്നു. ആരെയും അതിശയിപ്പിക്കുന്ന സ്വരമാധുരിയുടെ ഉടമയായി ദീപ മാറിയതോടെ 6ാം ക്ലാസ് മുതൽ പള്ളിക്കൊയറിലെ പ്രധാന ഗായികയായി ദീപ മാറി. വടവാതൂർ സെമിനാരിയിൽ പഠിച്ച തൃശൂർ സ്വദേശിയായ ഒരു ബ്രദർ ദീപയുടെ ഇടവകയിൽ ഡീക്ക് ശുശ്രൂഷ ചെയ്യാൻ വന്നു. ദീപയുടെ അതിശയിപ്പിക്കുന്ന സ്വരമാധുരിയും ദിവ്യബലിയിലടക്കം വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയം കീഴടക്കുന്ന സ്വരമാധുരിയുടെ ഉടമയാണ് ഈ കുഞ്ഞു ഗായികയെന്ന് മനസ്സിലാക്കിയ ബ്രദർ അദ്ദേഹത്തിന്റെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയ്ക്ക് ഗാനം ആലപിക്കുവാൻ ദീപയെ ക്ഷണിക്കുകയായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തിരുപ്പട്ടത്തിന് പാടാൻ തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പറയുമ്പോൾ 1989 ഞാൻ ആദ്യമായിട്ട് പട്ടത്തിന് പാടുന്നത്. ഇപ്പോൾ ഏകദേശം 32 വർഷത്തോളമായി പട്ടത്തിന് ഞാൻ പാടുന്നു. ചില അച്ഛന്മാരൊക്കെ വന്നിട്ട് എൻ്റെ പട്ടത്തിന് നീയാണ് പാടിയെന്ന് പറയുമ്പോഴാണ് പോലും അങ്ങനെ പോലും എനിക്ക് അറിയത്തുള്ളൂ. അല്ലാതെ അങ്ങനെ പോലും എനിക്ക് കൃത്യം ഓർമ്മയില്ല എത്ര പേരുടെ പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. തുടർന്ന് വടവാതൂർ സെമിനാരിയിലെ ബ്രദേഴ്സ് തങ്ങളുടെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകൾക്ക് ദീപയെ സ്ഥിരം വിളിക്കുവാൻ തുടങ്ങി. നിരവധി രൂപതകളിൽ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകളിൽ ദീപ പാടാൻ പോകാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കാണ്. കൂടാതെ പാല, എറണാകുളം രൂപതകളിലെ തിരുപ്പട്ട ശുശ്രൂഷകളിലും ദീപ നിരവധി തവണ പാടിയിട്ടുണ്ട്. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം, അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിലത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. ദീപയുടെ സ്വരമാധുരിയിലൂടെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷ ഏറെ ഹൃദ്യവും വിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുമുണ്ടെന്ന് ബിഷപ്പുമാരും വൈദികരും സന്യസ്തരുമടക്കം പങ്കുവച്ചിട്ടുണ്ടെന്നും ദീപ പറയുന്നു. വൈദികരുടെ തിരുപ്പട്ട ശുശ്രൂഷയിൽ പാടിയപ്പോൾ ചില വൈദികരുടെ തിരുപ്പട്ട ശുശ്രൂഷകൾ തന്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ചിട്ടുണ്ടെന്നും തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് താൻ പാടാറുള്ളതെന്നും ദീപ പങ്കുവയ്ക്കുന്നു. ഒറ്റ മകനുള്ള അച്ഛനൊക്കെ കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാടുമ്പോഴും അല്ലെങ്കിൽ ഈ ഇതിനിടയ്ക്ക് കാണാം മാതാപിതാക്കൾ അവരുടെ ആ വികാരം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പാടുമ്പോഴൊക്കെ നമുക്കത് അവരുടെ ആ വികാരം നമ്മളിലേക്കും കൂടെ വരുവാ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞൊക്കെ പോകാറുണ്ട് ചില സമയത്ത് അങ്ങനെയൊക്കെ പാടുമ്പോൾ. അപ്പോൾ ആ മാതാപിതാക്കൾ കണ്ണ് നിറഞ്ഞൊഴുകിയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ മനസ്സിനത് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കൊന്നും കൂടെ പ്രാർത്ഥിച്ച് പാടാനുള്ള ഒരു ഇതും കിട്ടും ആ കൂട്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാ പട്ടവും എനിക്ക് ഒരുപോലെയാണ്. ഓരോ പട്ടത്തിനും ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ആണ് പാടുന്നത്. വെച്ചാൽ നമ്മുടെ പാട്ട് മൂലം ഒരാളുടെയെങ്കിലും ഹൃദയം കർത്താവിലേക്ക് ഉയർത്താൻ അവൻ്റെ പാട്ട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പട്ടത്തിനും നല്ല ഓരോ കുർബാനയ്ക്ക് പോലും ഞാൻ പാടുന്നത്.
അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് പാടുന്നതിൻ്റെ കൃപ ദൈവം എനിക്ക് തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ജോസഫ് പത്തിലച്ചന്റെ ഒപ്പമായിരുന്നു ദീപ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകളിൽ പാടാൻ പോയിരുന്നത്. അദ്ദേഹത്തിന് വിദേശത്തേക്ക് സ്ഥലമാറ്റം ലഭിച്ചതോടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകളുടെ ഗായകനായ ഫാദർ സിനു വേളങ്ങാട്ടുശ്ശേരിക്കൊപ്പമാണ് തിരുപ്പട്ട ശുശ്രൂഷകളിൽ പാടുന്നത്. പ്രശസ്ത പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ഫാദർ ഷാജി തുമ്പേച്ചെറലിനുമൊപ്പം ദീപ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകളിൽ പാടിയിട്ടുണ്ട്. ദാസർക്കാത്മിക നാണയമാം കക്രാ നൽകിയ മിശിഹായേ, നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാം ദാസനിൽ നീ. ദാസർക്കാത്മിക നാണയമാ. ദീപയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി ഭർത്താവ് ബിനുവും മക്കൾ ഡാരനും ഡയാനും ഒപ്പമുണ്ട്. അതിരമ്പുഴ ഇടവകാംഗമായ ദീപയും ബിനുവും എല്ലാ ഞായറാഴ്ചയും ദിവ്യബലിക്ക് ഇടവക ദേവാലയത്തിൽ ഗാനശുശ്രൂഷ ചെയ്യാറുണ്ട്. പാട്ടിൻ്റെ ലോകത്തിൽ, അതും പ്രത്യേകിച്ച് പള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങളിൽ പാടുന്നതിൽ ദീപ അതിനകത്ത് വളരെയേറെ സമർപ്പണ ബുദ്ധി പ്രകാശിപ്പിക്കുന്ന ഒരു സഹോദരിയാണ്. ഒരു അനുഗ്രഹീത സ്വരത്തിൻ്റെ ഉടമയാണ് ദീപ എന്നുള്ളതിന് ഒരു സംശയവും എനിക്കില്ല. പള്ളിയിൽ പാടുവാൻ വന്നാൽ വെറുതെ നിന്ന് പാടുക എന്നുള്ളതല്ല, പ്രത്യേകിച്ച് പള്ളിയിലെ ദിവ്യമായ കർമ്മങ്ങളോട് പ്രതിബദ്ധത പ്രകാശിപ്പിച്ചുകൊണ്ടും സ്വന്തം ആത്മാവോടും ശരീരത്തോടും കൂടി ആ തിരുക്കർമ്മങ്ങളിൽ ലയിച്ചു നിന്ന് പാടുന്നതുമായ ഒരു വ്യക്തിയാണ് ഞാൻ ദീപയിൽ കണ്ടിരിക്കുക. വൈദികരുടെ മരണാനന്തര ചടങ്ങുകളിലും ദീപ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. ദീപയുടെ ഭർത്താവ് ബിനു ഒരു മ്യൂസീഷ്യൻ ആയതിനാലും ദേവാലയത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായതിനാലുമാണ് തനിക്ക് കഴിഞ്ഞ 32 വർഷമായി തുടർച്ചയായി തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് പാടാൻ സാധിച്ചുവെന്ന് ദീപ പറയുന്നു. ഫാദർ സിനു വേളങ്ങാട്ടുശ്ശേരിക്കും ദീപയ്ക്കുമൊപ്പം തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ദീപയുടെ ഭർത്താവ് ബിനുവാണ് കീബോർഡ് വായിക്കാറുള്ളത്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ കീബോർഡിസ്റ്റ് കൂടിയാണ്. നിരവധി ആൽബങ്ങളിൽ ദീപ പാടിയിട്ടുണ്ട്. ഫാദർ സിനു എഴുതി സംഗീതം ചെയ്ത ക്രൂശിതനീശോ എന്ന ഗാനം ദീപയുടെ സ്വരമാധുരിയിൽ പുറത്തിറങ്ങിയപ്പോൾ അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചെറുപ്പകാലങ്ങളിൽ സംഗീതം ചെറുതായി അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ദൈവം തന്ന സ്വരം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്ക്, പ്രത്യേകിച്ച് തിരുപ്പട്ടവും വൈദികരുടെ മരണാനന്തര ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ദൈവം തന്നെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുവെന്നും ദൈവം ദാനമായി തന്ന സ്വരത്തിന് ദൈവത്തോട് എന്നും തനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുമെന്നും ദീപ പങ്കുവയ്ക്കുന്നു. ഛായയൻ ഹൃദയത്തിൽ